എന്ന് പറയുന്നത് എന്തായിരുന്നു സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബ് എന്ന അന്വേഷണമാണ് മുസ്ലിം ലീഗ് എന്നതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് ജനതയോടാണ് സി.എച്ച്. സംസാരിച്ചത്? സി.എച്ച്. സംസാരിക്കുന്ന ജനത 2014 IT വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന് സംസാരിക്കുന്ന ഒരു ജനതയല്ല. സി.എച്ച്. സംസാരിക്കുന്ന ഒരു ജനതയുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും പ്രതീക്ഷക്കുണ്ടായിരുന്നില്ല, ഒരുപാട് ഭയപ്പാടുകളും അവർക്കുണ്ടായിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമാവുകയും ഇന്ത്യയെ പകുത്തുമാറ്റി പാകിസ്ഥാൻ ഉണ്ടാക്കിയവരുടെ പാപം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഏറ്റെടുക്കണമെന്ന് ഭരണകൂടവർഗം പോലും പറയുന്ന ഒരു കാലത്താണ് സി.എച്ച്. ഒരു ജനതയോട് സംസാരിച്ചത്. അവർക്ക് വേണ്ടിയിരുന്നത്, സി.എച്ച്. സംസാരിച്ച ജനതയ്ക്ക് വേണ്ടിയിരുന്നത് പാലവും കുടിയില്ലാത്ത റോഡുകളും വമ്പിച്ച വ്യവസായ സംരംഭങ്ങളും ഒന്നുമായിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് ജീവിക്കാനുള്ള അവകാശമായിരുന്നു, പിറന്ന മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താനുള്ള ധൈര്യമായിരുന്നു. അവർക്ക് വേണ്ടത് ഇതെന്റെ നാടാണെന്ന് വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസമായിരുന്നു. ലീഗ് ചൊരിഞ്ഞു കൊടുത്തത് അതാണ്. സി.എച്ചിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് പറയുന്ന അഭിവന്ദനായ MA തങ്ങളെ പോലെയുള്ള നേതാക്കന്മാർ ക്ലാസുകൾ എടുക്കുമ്പോൾ സാഹൂതമെന്ന് ഇന്നും ഞാൻ വല്ലാത്ത വികാരവായ്പോടുകൂടി കേൾക്കാറുണ്ട്. സി.എച്ച്. അവരോട് പറയുമായിരുന്നു, അവരുടെ ഹൃദയത്തിനകത്തു കയറി. ചിലരൊക്കെ പറയുന്നില്ലേ മുസ്ലിം ലീഗിന് തീവ്രത പോരാ, മുസ്ലിം ലീഗ് ആത്മസംയമനത്തിന്റെ താരാട്ടുപാട്ട് പാടുകയാണ്. അവർ പഠിക്കണം സി.എച്ച്. എങ്ങനെയാണ് ഒരു ജനതയോട് സംസാരിച്ചത് എന്ന്. സി.എച്ച്. മലബാറിലെ മാപ്പിളയുടെ വികാരത്തെ കെടുത്തിയിട്ടില്ല. ആർത്തലക്കുന്ന വൈകാരികതയെ ലീഗ് വെള്ളം കോരി തണുപ്പിച്ചിട്ടില്ല. ആ വൈകാരികതയെ കൺസ്ട്രക്റ്റീവാക്കി മാറ്റിയിട്ടുണ്ട് ലീഗ്. സി.എച്ചിന്റെ പ്രസംഗം കേട്ട മൗലവി സാഹിബിനെ പോലെയുള്ള നിരവധി ആളുകൾ ഈ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. അവർക്കറിയാം സി.എച്ച്. പറഞ്ഞത് അവരുടെ മലബാറിലെ മാപ്പിളയുടെ വികാരത്തിൽ പെട്രോൾ ഒഴിച്ചാണ് സി.എച്ച്. കത്തിച്ചത്. സി.എച്ച്. പ്രസംഗിക്കുമ്പോൾ തള്ളവിരലിൽ നിന്നാണ് ആളുകൾ കേൾക്കുകയെന്നാണ്. വികാരവിജൃംഭിതമായി സി.എച്ച്. സംസാരിച്ചു വരുമ്പോൾ അറിയാതെ തലയിലെ കെട്ടെടുത്ത് ആകാശത്തേക്ക് അവർ വലിച്ചെറിയുമായിരുന്നു. സി.എച്ച്. പ്രസംഗത്തിന്റെ ഓരോ പടവുകൾ ചവിട്ടി കയറുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തുനിന്ന്, അവരുടെ തൊണ്ടക്കകത്തുനിന്ന് ഒരു ശബ്ദം വരുമായിരുന്നു. കയ്യടിയല്ല, ഒരുതരം ആർപ്പുവിളിയായിരുന്നു സി.എച്ചിനെ എതിരേറ്റിരുന്നത്. സി.എച്ച്. അവരോട് സംസാരിച്ചത് അവരുടെ ഹൃദയത്തിനകത്തു കയറിയാണ്, തെരുവിൽ കെട്ടിയ വേദിയിൽ വെച്ചല്ല, അവരുടെ ഹൃദയത്തിനകത്തു വെച്ച്. സി.എച്ച്. ലവക്കുട്ടിയെ കുറിച്ച് പറയുമ്പോ, സി.എച്ച്. ആലി മുസ്ലിയാരെ കുറിച്ച്, ചെമ്പൻ പോക്കരെ കുറിച്ച് പറയുമ്പോൾ വികാരവിജൃംഭിതമാകുമായിരുന്നു സദസ്. അങ്ങനെ പറഞ്ഞിട്ട് സി.എച്ച്. പറയും, ഇത് നിന്റെ മണ്ണാണ്, ഈ കൊണ്ടോട്ടി, ഈ മലപ്പുറം, ഈ കേരളം, ഈ ഇന്ത്യ നിന്റെ മണ്ണ്. നിന്റെ പിതാവിന്റെ ചോര കൊണ്ട് ഈ മണ്ണിൽ ഒരു കാലത്ത് ജലസേചനം നടത്തിയിട്ടുണ്ട്. അവന്റെ ചോര കൊണ്ട് കെട്ടിപ്പടുത്ത മണ്ണാണിത്. ഈ മണ്ണും നിന്റെതാണ്. 2014 കൊണ്ടോട്ടിയിൽ വന്ന് കൊണ്ടോട്ടിക്കാരോട് കൊണ്ടോട്ടി നിന്റെതാണെന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ ചോദിക്കും പുതിയ തലമുറ? എന്നാൽ അവന്റെ പിതാമഹന്മാർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഇതെന്റെ മണ്ണാണെന്ന് പറയാൻ. അതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മനോവ്യാപാരം. അത് ചരിത്രമാണ്. സി.എച്ച്. അവരോട് പറഞ്ഞു നിന്റെ മണ്ണ്. അവന്റെ വികാരത്തെ സി.എച്ച്. പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. എന്നിട്ടോ ആ വികാരത്തെ മുഴുവൻ ചാനലൈസ് ചെയ്ത് അതിനെ കൺസ്ട്രക്റ്റീവാക്കി മാറ്റി, അതിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റി. മലബാറിലെ മാപ്പിളയുടെ വികാരത്തെ കത്തിച്ചിട്ടാണ് ലീഗ് കേരളക്കരയിൽ ഈ രാഷ്ട്രീയ പുരോഗതി മുഴുവൻ ഉണ്ടാക്കിയത്. അത് കെടുത്തിയിട്ടല്ല. അവന്റെ വികാരത്തെ ലീഗ് യൂണിവേഴ്സിറ്റിയാക്കി, അവന്റെ വികാരത്തെ ലീഗ് EMEA കോളേജാക്കി, അവന്റെ വികാരത്തെ ലീഗ് ഫാറൂഖ് കോളേജാക്കി മാറ്റി. അവന്റെ വികാരത്തെ കേരളത്തിന്റെ തെരുവുകളിലെ പള്ളികളും മദ്രസകളും അവന്റെ വികാരം കൊണ്ട് അവർ കെട്ടിക്കൊടുത്തു. സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ മാപ്പിളയുടെ വികാരത്തെ കെടുത്തിയിട്ടില്ല. പക്ഷേ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ സി.എച്ച്. അവന്റെ കയ്യിൽ നിന്ന് മലപ്പുറത്തിലെ മാപ്പിളയുടെ കയ്യിൽ നിന്ന് 21 കത്തി വാങ്ങി. അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ കത്തി വാങ്ങി. എന്നിട്ടോ അവന്റെ കയ്യിൽ സി.എച്ച്. പേന കൊടുത്തു, അവന്റെ കയ്യിൽ സി.എച്ച്. പുസ്തകം കൊടുത്തു, അവന്റെ കയ്യിൽ സി.എച്ച്. അവന് നൽകാവുന്ന വോട്ട് ചെയ്യാനുള്ള ആയുധം കൊടുത്തു. അവന്റെ കയ്യിൽ പിന്നീട് ലീഗ് രാഷ്ട്രീയം കടന്നു വന്ന വഴികളിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഐപാഡും വെച്ചു കൊടുത്തു.
മുസ്ലിം ലീഗ് കത്തി ഒരാലയിൽ കൊണ്ടുപോയി നന്നായി ഉരുക്കി അതുകൊണ്ട് സ്പാനർ ഉണ്ടാക്കി, പിന്നെ അതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കി, ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കി. എന്നിട്ട് മാപ്പിളയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നല്ല പണിയെടുത്ത് ജീവിക്കാൻ. ആ കത്തിയുടെ ഇരുമ്പ് കൊണ്ട് ഒരു വ്യവസായ ലോകത്തെ ലീഗ് കെട്ടിപ്പടുത്തു. ഇപ്പൊ നിങ്ങൾ വീണ്ടും ആ സ്കാനറും ആ കമ്പ്യൂട്ടറും ഒക്കെ ആലയിൽ കൊണ്ടുപോയിട്ട് 21 കത്തി ഉണ്ടാക്കാൻ നോക്കുകയാണ്. വീണ്ടും തുരുമ്പിച്ച കത്തി ഉണ്ടാക്കാൻ മാപ്പിളയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അവന് പുസ്തകവും പെന്നും കമ്പ്യൂട്ടറും വെച്ചു കൊടുത്തത് അബദ്ധമായി എന്ന് നിനക്ക് തോന്നുകയാണ്. ലീഗ് നടത്തിയ വിപ്ലവം അതാണ്. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും അവന്റെ കൈകളിലേക്ക് പുതിയ പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. നേട്ടങ്ങളുടെ കൊട്ടാരമുണ്ടാക്കി സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബ്. നേട്ടങ്ങളുടെ കൊട്ടാരം കൊടുത്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞാൻ ചോദിക്കട്ടെ, ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവരോട് ഒരു ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യത്തെ തിരുത്താൻ നിങ്ങൾക്ക് ഒരു അധ്യാപകന്റെ കൈവെട്ടേണ്ടി വന്നു അല്ലേ? ഒരു ചോദ്യ പേപ്പറല്ല, അതിന്റെ ഉത്തരമല്ല, അതിന് മാർക്കിടുന്നവരല്ല, അതിന്റെ സിലബസ് അല്ല. യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഒരു തുള്ളി ചോര പോലും കേരളത്തിന്റെ തെരുവുകളിൽ ഒഴുക്കാതെ, ഒരു തുള്ളി ചോര പോലും ഒഴുക്കാതെ ഈ വിപ്ലവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബിന്റെ പേരെന്തെന്നറിയുമോ? വിളിച്ചത് ലീഗല്ല, മാരാറ് വിളിച്ചു സി.എച്ച്.എം. കോയ. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കോയ. ഒരു ജനതയെ മുഴുവൻ വികാരത്തിന്റെ തള്ളിച്ചയിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് വിവേകത്തിന്റെ പറുദീസയിലേക്ക് അവരെ നയിച്ച് വിപ്ലവകരമായ പുരോഗതി അവർക്കുണ്ടാക്കി കൊടുത്ത് കൊച്ചു കൊച്ചു സ്കൂളുകളും കോളേജുകളുമുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി കൊടുത്ത് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഒരു സമുദായവും വിളിച്ചില്ല. അപകടകാരി, കുഴപ്പക്കാരൻ, പ്രശ്നക്കാരൻ. അവനെ വിളിച്ചത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കോയ എന്നാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി എന്ന് പറയുന്ന വിപ്ലവം അതാണ്. എന്നിട്ട് ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ച കുറച്ച് തവരകൾ വന്നിട്ടും കൊണ്ടോട്ടി വന്ന് ചോദിക്കാൻ ലീഗ് എന്ത് ചെയ്തു? ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു, ഈ NDF-കാരൻ ലീഗ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. നീ പോയി എന്റെ ബാപ്പനോട് ചോദിക്കണോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഒരു MLA ബാപ്പക്ക് വിളിക്കാൻ പാടുള്ളൂ. ഞാൻ ബാപ്പനെ വിളിച്ചതല്ല. മലപ്പുറത്ത് എന്താ ഉണ്ടായിരുന്നത് നിനക്കറിയുമല്ലോ, എന്റെ ബാപ്പക്കലോടോ അറിയുള്ളൂ. നീ ഇന്നലെ ജനിച്ചതല്ലേ, എന്റെ ബാപ്പയോട് ചോദിക്കും. പറയാം മലപ്പുറം എന്താണ്? കോഴിക്കോട് ആർട്സ് കോളേജ് മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജ് എത്തുന്നതിനിടയിൽ 12 സ്കൂളുകൾ മാത്രമുള്ള ഒരു മലപ്പുറമുണ്ട്. നിനക്കറിയുമോ? യൂണിവേഴ്സിറ്റി ഇല്ലാത്ത, കോളേജുകളില്ലാത്ത, മെഡിക്കൽ കോളേജുകളില്ലാത്ത ഇന്നെത്രയുണ്ട് അവിടെ? എണ്ണിയാത്തീരുന്നതിന്റെ ജന്മമുണ്ട്. പഠിയുമോ? എന്നിട്ട് ചോദിക്കാൻ ലീഗ് എന്തുണ്ടാക്കി? ലീഗ് എന്താ ഉണ്ടാക്കിയത്? ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ സംഘടിച്ചപ്പോ ഒരു ജനതയെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോ അവർക്കുണ്ടായ നേട്ടങ്ങൾക്ക് രാജ്യത്തിനൊരു അപകടവും ലീഗ് വരുത്തിയിട്ടില്ല. ഇതേ കൊണ്ടോട്ടിയിൽ രാഷ്ട്രപ്രധാനമുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞാനിവിടെ കൊണ്ടോട്ടിയിൽ വന്ന് ഒരു സെമിനാറിൽ, ഒരു സംഘടന വെച്ച സെമിനാറിൽ NDF-ന്റെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, നസറുദ്ദീൻ ഇളമരം. അദ്ദേഹത്തെ ഇരുത്തി ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തു ചെയ്യുന്നത്? ഇരുട്ടിന്റെ മറവിൽ ആളെ കൂട്ടുന്നതാണോ? കലാപങ്ങൾ ഉണ്ടാക്കുന്നതാണോ? ആയുധ പരിശീലനങ്ങൾ നടത്തുന്നതാണോ? ആളുകളെ തല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നതാണോ? ഇതാണോ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇതൊക്കെ തന്നെയല്ലേ ലീഗ് ചെയ്യുന്നത്? ഇതൊക്കെ തന്നെയല്ലേ ലീഗ് രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത്? ലീഗും മുസ്ലിങ്ങളുടെ പേരിലല്ലേ സംഘടിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാമുദായികമായി സംഘടിക്കുന്നു. എന്താ പറയുന്നത്? സാമുദായികമായ സംഘടനം, സാമുദായികമായ ജനാധിപത്യ പ്രക്രിയയുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ്. ജനസംഖ്യാനുപാതികമായ സാമുദായിക പ്രാതിനിധ്യം, ജനസംഖ്യാനുപാതികമായ സാമുദായിക പ്രാതിനിധ്യം തീർത്ത് അതിന് അതിർവരം വിട്ടു. തലമുടി നാരിഴ, തലമുടിയല്ല, തലമുടി നാരിഴ. ആ തലമുടി നാരിഴയുടെ ആനുകൂല്യങ്ങൾ അപ്പുറവും ഇപ്പുറവുമില്ലാത്ത ജനാധിപത്യത്തിന്റെ സമ്മോഹനമായ പൂർത്തീകരണം. അതാണല്ലോ ലക്ഷ്യം, അതാണല്ലോ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അർഹമായ ജനാധിപത്യ പ്രാതിനിധ്യം, ജനാധിപത്യപരമായ പ്രാതിനിധ്യം അവർക്ക് ലഭിക്കണമെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണോ? അത് തെറ്റാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ മാത്രം ശരിയാവില്ല, ശ്രീനാരായണ ഗുരുദേവൻ മാത്രം ശരിയാവില്ല, ഡോക്ടർ പൽപ്പു മാത്രം ശരിയാവില്ല, VT ഭട്ടതിരിപ്പാട് മാത്രം ശരിയാവില്ല, അയ്യങ്കാളി മാത്രം ശരിയാവില്ല. അയ്യങ്കാളി ശരിയാണോ? VT ഭട്ടതിരിപ്പാട് ശരിയാണോ? ശ്രീനാരായണ ഗുരുദേവൻ ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ശരിയാണ്.
അവർ പറയുന്നത്, അവർ ചെയ്യുന്നത് അതേ ജനാധിപത്യത്തിന്റെ പ്രായോഗിക അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പരിശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങളോ, ഞാൻ ചോദിക്കട്ടെ നസറുദ്ദീനോട്, എന്നാൽ നിങ്ങളോ, നിങ്ങൾ പറയുന്നത് എന്താണ്? ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്നതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. CSM കോയ എന്ന് വിളിക്കുമ്പോ ജനാധിപത്യപരമായ നേർക്കുനേരെയുള്ള പോരാട്ടം. അപ്പൊ അന്ന് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുമായി സംഘടന ഉണ്ടാവുന്നില്ലേ? അടിപിടികൾ ഉണ്ടാവുന്നില്ലേ? BJP CPM-നെ കൊല്ലുന്നില്ലേ? CPM കോൺഗ്രസിനെ കൊല്ലുന്നില്ലേ? മുസ്ലിം ലീഗിനെ കൊല്ലുന്നില്ലേ? അങ്ങനെ ആണെങ്കിൽ ഞങ്ങളുടെ ഈ കരാട്ടയും ഈ കുംഫൂലൊക്കെ മാത്രം നിങ്ങൾ എന്തിനെ എതിർക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇതിന് ഉത്തരം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയ കലാപം ഉണ്ടാകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 65 കൊല്ലത്തിലേറെ കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിന്നത്. നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അമിത് സാഹിബ് നേരത്തെ പ്രസംഗവും പറഞ്ഞല്ലോ, എതിർപ്പുകൾ. മുസ്ലിം ലീഗിനെ ഒരു തൊട്ടുലിൽ കിടത്തി താരാട്ട് പാട്ടുപാടി വളർത്തിയതാണോ കൊണ്ടോട്ടിയിൽ? വളർത്തിയതാണോ മലപ്പുറത്ത്? വളർത്തിയതാണോ കണ്ണൂരിൽ? അങ്ങനെയാണോ കേരളത്തിൽ? അല്ലല്ലോ. എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കഴുത്തു ഞെരിച്ച് കൊല്ലാൻ വന്നവരുണ്ടായിരുന്നു. പക്ഷെ മുസ്ലിം ലീഗ് ആ എതിർപ്പുകളെ തരണം ചെയ്താണ്. എങ്ങനെ തരണം ചെയ്തു? ഞങ്ങൾ ലീഗ് ഓഫീസിൽ യോഗം കൂടാണ്. ആ ലീഗ് ഓഫീസിലെ യോഗം കലക്കാൻ വന്നാൽ വന്നവന്റെ വീടെത്തുന്നവരെ അടിച്ചിട്ട് അവനെ പായിപ്പിച്ചിട്ട് ലീഗ് രാഷ്ട്രീയ പാർട്ടി നിർത്തിയിട്ടുള്ളൂ. ഞങ്ങളുടെ പൊതുയോഗങ്ങൾ കലക്കാൻ വന്നവനെ കലക്കിയിട്ട് ഞങ്ങൾ വിട്ടിട്ടുള്ളൂ. നിങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ സ്വലാത്തും ദിക്റും ഭയങ്കര സമയമെടുക്കല വന്നതാ? 65 കൊല്ലം ഇവിടെ അടിച്ചപ്പോ അടിച്ചു. നിങ്ങൾ മേക്കെട്ട് കയറിയപ്പോ അങ്ങനെ ജമ്മത്തെ കയറാൻ പറ്റാത്ത കോളത്ത് തിരിച്ചു വന്നു. അല്ലാതെ ഞങ്ങൾ ഗാന്ധിനേക്കാൾ വലിയ സഹനമുള്ളവരുന്നായിട്ടൊന്നുമല്ല. അടിയും പിടിയും ഉണ്ടായിട്ട് തന്നെയാണ്. ആ അടിയും പിടിയും വേണ്ടെന്ന് ആരാ പറഞ്ഞത്? പ്രതിരോധം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. വെറുതെ നിൽക്കുന്നവന്റെ മേക്കെട്ട് കയറിയാൽ അവന് തിരിച്ചു പ്രതികരിക്കും. അത് പ്രതിരോധമാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടാവുന്ന കലാപങ്ങളും കുഴപ്പങ്ങളും രാഷ്ട്രീയ അതിക്രമങ്ങളുടെ പേരിൽ ഉണ്ടാവുന്ന തടുക്കലാണ്. നിങ്ങളുടെ വ്യത്യാസമുണ്ട്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ആരെങ്കിലും കയറി കുഴപ്പമുണ്ടാക്കിയാൽ നമ്മൾ തിരിച്ചടിക്കും. ആരെങ്കിലും വന്ന് കുഴപ്പമുണ്ടാക്കിയാൽ നിങ്ങൾ പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നത് തന്നെ കുഴപ്പമുണ്ടാക്കാനാണ്. അതാ വ്യത്യാസം. നിങ്ങൾ ഓഫീസ് കൂടിയിട്ട്, ഞങ്ങൾ ഓഫീസിൽ കൂടിയിട്ട് അടുത്ത മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കാറ്. കൊണ്ടോട്ടിയിൽ നമ്മൾ സമ്മേളനം വെക്കണം, കൊണ്ടോട്ടിയിൽ മഹാസമ്മേളനം നടത്തണം. അതുകൊണ്ട് എന്തുകൊണ്ട് വോളണ്ടിയർമാർ വേണം, വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ നിൽക്കാൻ അവർക്ക് മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. ഞങ്ങൾ വോളണ്ടിയർമാരുണ്ടാക്കാണ് എന്ന് വെച്ചാൽ അതേ ഞങ്ങൾ ക്ലാസ് എടുക്കണുള്ളൂ. പക്ഷെ അവർക്കൊക്കെ അറിയാം, വല്ല കുഴപ്പക്കാരനും വന്നാലോ ഞങ്ങൾ ക്ലാസ് ഒന്നും വേണ്ട, അതിന് കോമൺ സെൻസ് ഇല്ലേ, നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടോളൂ. നിങ്ങൾ പക്ഷെ ആദ്യം പറഞ്ഞു കൊണ്ടോട്ടിയിൽ മീറ്റിംഗ് നടക്കുകയാണ്, എത്ര വാൾ വേണം, എത്ര ബോംബ് വേണം, എത്ര പേരെ ശരിയാക്കണം, എവിടുന്ന് അടി വരിക, അത് എങ്ങനെ തടുക്കണം. എടോ, യോഗം നടത്താൻ കരാട്ടെ ക്ലാസ് ആഫീസ് ഉണ്ടാക്കി രാവിലെ ചോദിക്കണം, ഇന്ന് അവിടുത്തെ അടിക്ക് പോകേണ്ടത്. അങ്ങനെയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് അതുണ്ടായ തിരിച്ചടിക്കും. നിങ്ങളോ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ ഇതൊന്നും അറിയാത്ത പാവങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല ഒരു പാർട്ടിയും അങ്ങനെയല്ല. എന്നാൽ നിങ്ങളോ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങളോ പ്രവർത്തിക്കുന്നതിനിടയിൽ കുഴപ്പമുണ്ടാകുന്നവരെ കൈകാര്യം ചെയ്യുന്നവരാണ്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് വ്യത്യാസം. നിങ്ങൾ രാജ്യത്തൊരു കുഴപ്പമുണ്ടാക്കാൻ ഒരു ജനതയെ പ്രേരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ആയുധ പരിശീലനം നടത്തുകയാണ്. അതിനുവേണ്ടി ആളുകളെ സജ്ജരാക്കുകയാണ്. ഈ ആളുകൾ കുറെ കാലം കുഴപ്പക്കാരും കാത്തിരിക്കും. 6 ദിവസം വരുന്നു, ശിവസേന വരുന്നു, പത്ത് ഇത്ര കാലം ആളെ പഠിപ്പിക്കുക. ആരും വരാണ്ടായാൽ പിന്നെ ഒന്ന് കൊട്ടേഷന് പോകും, കൈവെട്ടാൻ പോകും, മണൽ വെക്കാൻ പോകും, മറ്റ് ഏർപ്പാടുകൾക്ക് പോകും. അങ്ങനെ രാജ്യത്ത് ഒരു സാമൂഹ്യദ്രോഹികളെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നിങ്ങൾ ചെയ്യുന്നത്. മുസ്ലിം ലീഗല്ല. വമ്പിച്ച ഐഡിയോളജി ആർക്കും മനസ്സിലാവാത്ത അതൊന്നും ലീഗിലില്ലടോ. ഏത് സാമാന്യ ബുദ്ധിയുള്ളവരും തിരിച്ചറിയാവുന്ന ചെറിയ കാര്യം ലീഗിന്റെ പോകും. സംഘടിച്ചാലോ കൊണ്ടോട്ടി പഞ്ചായത്ത് നമുക്ക് പിടിക്കാം. കൊണ്ടോട്ടി പഞ്ചായത്ത് പിടിച്ചാലോ ആ നാട്ടിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കാം. നന്നായി പണിയെടുക്കുക. നമുക്ക് കൊണ്ടോട്ടി മണ്ഡലം പിടിച്ചെടുക്കാം. നമ്മെ MLA ആക്കിയാലോ ഈ നാട്ടിൽ ആർക്കും എപ്പോഴും വന്ന് കണ്ട് അവരുടെ പരാതി പറയാം, അത് പരിഹരിക്കാം. വളരെ സിമ്പിൾ അല്ലേ? ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? നേരാവ് നട്ടപ്പാതിൽ ക്ലാസ് തിരിയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാവേണ്ടത്. അത് ഇന്ത്യ രാജ്യത്തെ കാര്യം പറയും, ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ആളെ ബേജാറാക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ സിമ്പിളായി ഞാൻ ചോദിക്കട്ടോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എന്താ പറഞ്ഞത്? വലിയ ബുദ്ധിമാന്മാരൊന്നുമല്ല. ഞങ്ങൾ പറഞ്ഞു അപകടമാണ്, രാജ്യത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചു തീർക്കണം. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എന്ത് എല്ലാവരും വേറെ
മാറി മാറി ഞാൻ മമ്മണിയാജി ഇവിടെ ഉണ്ടല്ലോ. നിയമസഭയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം 1.5 മാസം നിയമസഭ പമ്പിച്ച പ്രസംഗം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗം കഴിഞ്ഞ് നിയമസഭ 1.5 മാസം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, പ്രസംഗമൊക്കെ കേട്ടിട്ടും ആരാ ജയിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല, ആരാ തോറ്റതെന്ന് മനസ്സിലായില്ല. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും തോറ്റിരിക്കുന്നു. കേരളത്തിൽ ആരാണോ ജയിച്ചത്? കേരളത്തിൽ ആരാ ജയിച്ചത്? എല്ലാവരും തോറ്റില്ലേ? കേരള രാഷ്ട്രീയത്തിൽ എന്താ സംഭവിച്ചത്? ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ കേരളം ഒറ്റപ്പെട്ടു പോയില്ലേ? ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതര വിശ്വാസികൾ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന മലയാളി, അവന്റെ മനസ്സിലെ മതേതര സങ്കല്പങ്ങൾ എല്ലാം തോറ്റുപോയില്ലേ? ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പടായായിരുന്നു. തിലകം പറഞ്ഞ പോലെ മലപ്പുറം കത്തി, എന്താ ബീഹാറിൽ നിങ്ങൾ ലീഗുകാർ കുറച്ച് കൊണ്ടോട്ടില്ലല്ലേ, ഞങ്ങൾ ബീഹാറിൽ പുളക്കാണ്. ഉത്തർപ്രദേശിൽ ഭയങ്കര സംഭവമാണ്. നമ്മൾ പറഞ്ഞു എന്ത് പണ്ടാണെങ്കിൽ ആയ തരക്കടിൽ ഈ ബി.ജെ.പിയിലും തോപ്പിച്ചു കിട്ടുമല്ലോ. എവിടെയോ നീ എടോ NDF-കാരൻ തന്റെ ഈ വോട്ടൊക്കെ ഏത് പൊട്ടക്കിണറ്റിലാണോ നീ കൊണ്ടുപോയിട്ടത്? നീ പറ, ആർക്കും ഉപകാരം കിട്ടി? രാജ്യത്തിലെ ഫാസിസവും മതേതരത്വവും നേർക്കുനേരെ പോരാട്ടം നടത്തിയപ്പോ നീ എവിടെയാണോ? എവിടെയാ നീ? കേരളത്തിൽ ജനാധിപത്യം വിറച്ചുപോയ ഒരു സന്ദർഭമുണ്ടായി. മലയാളികളുടെ മതേതരത്വത്തിന്റെ അന്തസ്സ് പങ്കിലപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട ഒരു സന്ദർഭമുണ്ടായി. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മുഖാമുഖം ശശി തരൂരിന്റെ മുമ്പിൽ രാജഗോപാൽ തല ഉയർത്തി നിന്നു, വിറച്ചുപോയി. അവസാനം ജയിച്ചു വന്ന മലയാളി ജയിച്ച ദിവസം ശശി തരൂർ മീഡിയയെ അഭിമുഖീകരിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടങ്ങുന്ന മതേതര വോട്ടുകൾ എന്ന് ജയിപ്പിച്ചുവെന്ന്. എവിടാടോ പൊട്ടൻ കുണാപ്പന്മാർ എന്നെ വോട്ട്? അവിടെ ബാക്കിയൊക്കെ പോട്ടെ, അഹമ്മദ് സാഹിബിനെ തോപ്പില്ല, എന്റെ എന്ത് വോട്ടടോ? 2 ലക്ഷം വോട്ട് വാങ്ങി ഇന്ത്യയിലെ 10 MP-മാരിൽ ഒരാളായി പോകുന്ന അഹമ്മദ് സാഹിബിന് ഈ ജാതി എത്രണ്ണം വന്നാൽ എന്തു ചെയ്യാനാണോ? എന്തു ചെയ്യാൻ? അത് വിട്ടേക്ക്. ശശി തരൂർ മലയാളിയെ വിറപ്പിച്ച് അങ്ങനെ തന്നെ പറയട്ടെ, മതേതരം വിറങ്ങലിച്ചു നിന്ന നിമിഷമുണ്ട്. അദ്ദേഹത്തിന്റെ നേർക്കുനേരെ രാജഗോപാൽ നിൽക്കുകയാണ്. ആ നിമിഷം ഈ പറയുന്ന വൃത്തികെട്ടവന്മാർക്ക് വോട്ട് ചെയ്തവന്റെ നെഞ്ചു കത്തിയിട്ടുണ്ടാവും. അവസാനം ജയിച്ചപ്പോ അൽഹംദുലില്ലാ എന്നവൻ പറഞ്ഞിട്ടുണ്ടാകും. ആർക്ക് വേണ്ടിയാ അൽഹംദുലില്ലാ? ലീഗുകാരന്റെ വോട്ടോ? ലീഗുകാരന്റെ വോട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭിന്നിക്കുന്നത് അപകടമാണ്. അസംബ്ലിയിൽ നിന്ന് നമ്മളുടെ കൊടിയേരി പമ്പിച്ച പ്രസംഗം എന്താ കോൺഗ്രസ്സുകാരെ തോട്ടില്ലേ? നിങ്ങളൊരു കൊച്ചു പയ്യൻ രാഹുൽ ഗാന്ധി. ഞാൻ ചോദിക്കട്ടെ, കൊടിയേരി മൂത്ത് നിറച്ച പ്രകാശ് കാരാട്ട് അപ്പുറത്തില്ലേ? എന്താ വിളിച്ചത്? രാഹുൽ ഗാന്ധി കൊച്ചു പയ്യനാൻ മൂത്ത് നിറച്ചത് പ്രകാശ് കാരാട്ടില്ലേ? 90 വയസ്സ് തികഞ്ഞ വർദ്ധനില്ലേ? നിങ്ങൾ അച്യുതാനന്ദനല്ലേ? നിങ്ങളെന്താ ഉണ്ടാക്കിയത്? ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? നിങ്ങൾ ഏതു തരത്തിലാണ് നിങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയുക? നരേന്ദ്രമോദി കൊണ്ടുവരാൻ പോകുന്നത്, ഇന്ത്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ വരാൻ പോകുന്നത് ചോരയുടെ മണമുള്ള വാർത്തകളുമായിട്ടല്ല ഇന്ത്യ പിടിക്കാൻ വരുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. കടവത്തൂരിലെ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, രാജ്യത്ത് നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്നത്, മോഡിയുടെ മീഡിയ പ്രചരിപ്പിക്കുന്നത് വ്യവസായത്തെക്കുറിച്ചാണ്, രാജ്യത്തിലെ ആളോഹരി വരുമാനത്തെക്കുറിച്ചാണ്, രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്. ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ചല്ല, വർഗീയവാദത്തെക്കുറിച്ചല്ല, ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രമുണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ഒരു വാക്ക് പറഞ്ഞില്ല നരേന്ദ്രമോദി. മോഡി ഇന്ത്യയിലെ ജനങ്ങളെ വിധികളാക്കുകയാണ്. അധികാരത്തിലേക്കുള്ള വഴി വെട്ടുന്ന മോഡി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ NDF-കാരനും CPM-കാരനും ഒറ്റക്കെട്ടായി എന്താ പറഞ്ഞത്? മോഡിയെ പ്രകീർത്തിക്കുന്നു. ഇപ്പോഴെന്തായി? മോഡി ഇന്ത്യ ഭരിക്കുന്നു. ഏതു തരത്തിൽ? നിങ്ങൾ ഓർത്തു നോക്ക്, മൻമോഹൻ സിംഗിനെ പോലെ ഒരു മാന്യനായ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ മൗനം സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ പരിഹാസമായിരുന്നു. പക്ഷെ ആ മൗനത്തിന് 1000 നാവുണ്ടായിരുന്നു എന്ന് മനസ്സിലായത് വായാടിയായ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണത്തിൽ വന്നപ്പോഴാണ്, ഈ വിടുവായത്തം വന്നപ്പോഴാണ്. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി സ്വന്തം അമ്മയെ കാണാൻ പോകുമ്പോൾ പോലും ഇവന്റ് മാനേജ്മെന്റിന്റെ സഹായം തേടുന്ന ഒരാൾ, ഇതൊരു പരിഹാസമാണ്. സ്വന്തം അമ്മയെ കാണാൻ പോകുമ്പോ ഇവന്റ് മാനേജ്മെന്റുകാർ ഒരുക്കുന്ന ലൈറ്റിംഗ്, അവരൊരുക്കുന്ന ക്യാമറ, അവർ കൊടുക്കുന്ന വേഷം, അമ്മയെ കാണാൻ ഒറ്റയായ ഒരു മകനായല്ല, ഇന്ത്യയിൽ തന്റെ അധികാര കസേരകൾ ഉറപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു ഇവന്റ് മാനേജ്മെന്റ് സൃഷ്ടിക്കുന്ന സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും ഒരു മാറ്റമില്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരു കപടനായ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നു. അവിടെ എത്തി. എന്നിട്ട് CPM കോൺഗ്രസിനോട്, കോൺഗ്രസ് എന്തുണ്ടാക്കി? നീ എന്തുണ്ടാക്കിയോടോ? നീ ഭരിക്കണില്ലേ 3 സ്റ്റേറ്റ്? എന്തുണ്ടാക്കി?
35 കൊല്ലം ബംഗാൾ ഭരിച്ചു. 35 ലക്ഷം ബംഗാളികൾ കേരളത്തിലെത്തി. പുരോഗതിയാണ്. കേരളം ബംഗാളാക്കും നടന്നത് ഈ ബംഗാളികളെ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ നടത്തിയിട്ട് നമുക്ക് മനസ്സിലായില്ല. നമ്മുടെ CPM കൂടെ വരുന്നതാണ്. ബംഗാളിൽ നിങ്ങൾ ഭരിച്ചിട്ട് എന്താ ഉണ്ടാക്കിയത്? എന്ത് പുരോഗതിയാണ് ഉണ്ടാക്കിയത്? ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ CPM-കാരോട്, കണ്ണൂരുള്ള CPM എന്ന രാഷ്ട്രീയ കാപാലികതയെ മുഴുവൻ മനസ്സിൽ തൊട്ടറിഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നശിക്കുന്നത് സന്തോഷത്തോടുകൂടി കാണുന്ന ഒരു പാർട്ടി അല്ല മുസ്ലിം ലീഗ്. CPM അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു സ്പൈസ് ഉണ്ട്. മുസ്ലിം ലീഗ് തകർന്നാൽ പിണറായി, പകരം വരുന്നത് ലീഗ് ഉയർത്തുന്ന ജനാധിപത്യ ആശയങ്ങളുടെ ബദലല്ല. ഇടതുപക്ഷങ്ങൾ തകർന്നാൽ അവിടെ വരുന്നത് ഇടതുപക്ഷം ഉയർത്തുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ബദലുകൾ പറയാൻ കഴിയുന്ന ഒന്നാവില്ല. കോൺഗ്രസ് തകർന്നാൽ ഇന്ത്യയിൽ BJP വന്നതുപോലെ അതാണ് സ്ഥിതി. മുമ്പിലുള്ളവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോ, തകർക്കാൻ ശ്രമിക്കുമ്പോ അതിന് പിറകിൽ അതിനും അപകടം പിടിച്ചവരുണ്ട് എന്ന ഓർമ്മ വേണം. അതിനാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. ഓരോ ഇഞ്ചോടിഞ്ച് CPM-മായി പൊരുതുമ്പോഴും ഞാൻ പറയട്ടെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ തകരണമെന്ന് വിചാരിക്കുന്നില്ല ഞങ്ങൾ. എന്നാൽ ഓർത്തോ നിങ്ങൾ, ഞാൻ 3 ദിവസമായി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളുമായി പോകുമ്പോഴൊക്കെ പലയിടത്തും ഞാൻ പറഞ്ഞു, 3 ദിവസമായി കണ്ണൂരിനെ കുന്തമുനയിൽ നിർത്തുകയാണ് BJP. BJPക്ക് കോൺഗ്രസിനെയല്ല, BJP കേരളത്തിൽ ലീഗിനെയല്ല. CPM-കാരാ, BJPയുടെ ടാർഗറ്റ് നിങ്ങളാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയ വിപത്താണ്, ഞങ്ങളല്ല. എന്താ കാര്യം എന്നറിയോ? നിങ്ങള് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള പാർട്ടി കോൺഗ്രസ് അല്ല, CPM-ആണ്. വസ്തുതയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഹിന്ദുക്കൾ സെക്കുലറായിട്ടുണ്ടെങ്കിൽ ആ സെക്കുലർ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, കേരളത്തിലെ AKG-യുടെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ രാഷ്ട്രീയത്തിന് ഒരു ചരിത്രമുണ്ട്, അതിന്റെ പിൻബലമുണ്ട്. നിഷേധിക്കുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പോലെ, മതേതര പ്രവർത്തനം പോലെ ഒരു പങ്ക് മറുഭാഗത്തുമുണ്ട്. എന്നാൽ നിങ്ങളോ എന്താ ചെയ്തത്? നിങ്ങൾ സമാന്തര രേഖകൾ ഒന്നിക്കില്ലെന്ന് പറയില്ലേ നമ്മള്? പക്ഷെ സമാന്തര രേഖകൾ തമ്മിലുള്ള അകലം കുറവായിരിക്കും. BJP-യും CPM തമ്മിലുള്ള അകലം കുറവായി. BJP ബാബരി പള്ളി പൊളിക്കുമ്പോ CPM കണ്ണൂരിൽ വേറെ പള്ളി പൊളിച്ചോളും. ഈ അടുത്ത നിയമസഭയിൽ ഒരു മുൻ മന്ത്രി എന്നോട് പത്രവിവാദവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ പ്രശ്നം ഏറ്റെടുക്കാൻ പാടുണ്ടായിരുന്നോ? നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന പ്രദീപ് കുമാർ അവന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പച്ചപ്പൊടി വെച്ചിട്ടില്ലേ? അത് ലീഗാണോ? അത് വിദ്യാഭ്യാസ മന്ത്രിയാണോ? എന്നോട് ഈ മന്ത്രി പറഞ്ഞത് ഷാജിക്ക് അറിയാഞ്ഞിട്ടാണ്, ഞങ്ങൾ ഈ മുദ്രാവാക്യം ഏറ്റെടുത്തില്ലെങ്കിൽ അത് BJP കൊണ്ടുപോകുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, CPM-കാരാ, BJP കൊണ്ടുപോകുമെന്ന് ഭയന്ന് അവർക്ക് ബദൽ